നമുക്കൊപ്പം പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീമതി ഷീബ. ഇപ്പോൾ മറ്റൊരു കുട്ടിയുടെ ഈ അടുത്ത് അമ്മു അല്ലാതെ അജാസ് എന്ന കുട്ടി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മരണത്തിന്റെ വഴി തേടി പോയത്. പുഴയിൽ ചാടുകയായിരുന്നു. സിദ്ധാർത്ഥന് ശേഷം രണ്ടുപേരുടെ മരണം കൂടി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അന്ന് പൂക്കോട് സിദ്ധാർത്ഥന് നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. പക്ഷേ അതിന് കാരണക്കാരായവരെ ആ രീതിയിൽ അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? അവർ ആദ്യം അവിടെ പ്രതികളെ എങ്ങനെ സംരക്ഷിക്കാം, ഈ സംഭവം നടന്ന് ആദ്യം ചെയ്തത് എന്തെന്ന് വെച്ചാൽ പ്രതികളെ എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെയൊക്കെ അവരുടെ എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം എങ്ങനെ നശിപ്പിക്കാം, അതാണ് ആദ്യം നോക്കിയത്. അല്ലാതെ ആരവിടെ കുറ്റക്കാരാണെന്നോ അല്ലെങ്കിൽ എന്തിവിടെ സംഭവിച്ചെന്നോ അധ്യാപകർക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊന്നും അല്ല നോക്കിയത്. പാർട്ടി പ്രവർത്തകർ കോളേജിൽ വരുന്നു, അല്ലെങ്കിൽ പുറത്തുള്ളവർ അതിനുവേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി പല മാർഗങ്ങളും തേടുന്നു, ഓടി നടക്കുന്നു. ഓരോരുത്തരെ എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് മാറ്റി ഒളിച്ചു കൊണ്ടുപോകാം. അക്ഷയ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അക്ഷയിനെ ഇതുവരെ ഒരു കേസിൽ ഒരു പേര് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബിൻസിയെ പറഞ്ഞ പെൺകുട്ടി, പരാതി കൊടുത്തു എന്ന് പറഞ്ഞ പെൺകുട്ടി, അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിയ സമയത്ത് ഈ കേസ് എങ്ങനെ ഒതുക്കി തീർക്കാം, ഇത് സാധാരണ ഒരു രീതിയിൽ എങ്ങനെ ആക്കാം, അതിനായിരുന്നു അവർക്ക് വിപ്രാളം. അല്ലാതെ പ്രതികളെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചെന്നോ എന്ന് നോക്കാനല്ലായിരുന്നു. ഇപ്പോൾ അമ്മുവിൻ്റെ കേസിലാണെങ്കിൽ മോള് പറഞ്ഞു എന്ന് പറയുന്നു, അതിന് മുൻപേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കേസിൽ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം പറയാൻ പറ്റിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ആദ്യം വിളിക്കേണ്ട ഈ ട്രിവാൻഡ്രത്തു നിന്ന് അവിടെ വരെ പോകാൻ പറ്റില്ല. ആദ്യം വിളിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കുന്നത് ആ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. അത് റഹാനാണ്, അത് പ്രതികളിൽ ഒരാളാണ്. അടുത്ത് വിളിക്കാൻ പോകുന്ന ഡീനെയോ അസിസ്റ്റൻറ്റ് വാർഡനെയോ ആയിരിക്കും. അവരും ഇപ്പോൾ സസ്പെൻഷനിലാണ് പ്രതികളുടെ പട്ടികയിൽ. അടുത്ത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. ഇതാ ഞങ്ങളുടെ ചോയ്സ്. ഇത്രയും ആണെങ്കിൽ പോലീസാണ് പറഞ്ഞത് സാധാരണ ഒരു മരണം, ഇതിൽ ഒരു ദുരൂഹതയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ആരുടെ കയ്യിൽ കൊണ്ടാണ് ഏൽപ്പിക്കേണ്ടത്? എന്ത് വിശ്വസിക്കും നമ്മുടെ പേരൻസ്? കുട്ടികളെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എവിടെ നിന്ന് നമുക്ക് നീതി കിട്ടും? അപ്പോൾ നിയമം അല്ലെങ്കിൽ ശിക്ഷ എത്രത്തോളം ഇളവ് കിട്ടും, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഒരു സിദ്ധാർത്ഥനല്ല, ഒരു അമ്മുവല്ല, ആരായിരുന്നാലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ശ്രീമതി ഷീബ, നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ 2 കുട്ടികൾ കൂടി, സിദ്ധാർത്ഥന്റെ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്. അതിനുശേഷം സെപ്റ്റംബറിൽ അജാസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അമ്മുവിന്റെ മരണവും സംഭവിക്കുന്നത്. 3 കുഞ്ഞുങ്ങൾ ഈ വർഷം നമ്മുടെ കൺമുന്നിൽ ഇതുപോലെ മരിച്ചു വീണിരിക്കുകയാണ്, അതും ക്യാമ്പസുകളിൽ. കാരണങ്ങൾ പലതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അജാസ് പെൺകുട്ടിക്കൊപ്പം ഇരുന്നു, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒപ്പം ഇരുന്നു, അങ്ങനെ പല കാരണങ്ങൾ. ഇന്റേണൽ മാർക്ക് കുറച്ചു, അങ്ങനെ പല കാരണങ്ങൾ. അതിലും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച ആളുകൾ, അതിൽ ഈ അന്വേഷണം അട്ടിമറിക്കാനായിട്ടുള്ള നീക്കങ്ങൾ, സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കാണുന്നതിനായി, അല്ലെങ്കിൽ ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി കുടുംബം ചെല്ലുമ്പോഴും ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനല്ലേ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരടക്കം ശ്രമിച്ചത്? അപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൽ അട്ടിമറിയല്ലേ ശ്രീമതി ഷീബ? അതെ, അവിടുന്ന് കൊണ്ടുവന്നല്ല, കോളേജിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ അവിടെ തെളിവുകൾ എന്തൊക്കെ ഉണ്ടോ കഴുകി വൃത്തിയാക്കിയെന്നാണ് പറയുന്നത്. ഹോസ്റ്റലിൻ്റെ റൂം, ഞങ്ങൾക്ക് ഒരു ജോഡി ഡ്രസ്സ് പോലും അവൻ്റെ കിട്ടിയിട്ടില്ല, ഒരു സാധനം കിട്ടിയിട്ടില്ല. കിട്ടിയത് അവർ എണ്ണം തികയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര സാധനങ്ങളെന്ന് പറഞ്ഞ സാധനങ്ങൾ തികയ്ക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചു. എൻ്റെ ബ്രദറും കസിൻസും കൂടി ഡ്രസ്സ് എടുക്കാനും സാധനങ്ങൾ വാങ്ങാൻ പോയത്. അപ്പോൾ അവിടെ വച്ചിരുന്ന രംഗം അതൊക്കെ നമ്മുടെ എല്ലാവരും കണ്ട രംഗമാണ്. അത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് വന്നു, ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട് എന്ന്. അങ്ങനെ എന്നെ ടീച്ചർ വിളിച്ചു, അവിടുന്ന് ഇപ്പോഴത്തെ ടീച്ചർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് സാധനങ്ങൾ കൂടെ കിട്ടിയിട്ടുണ്ട്, അതൊന്ന്. ഞാൻ പറഞ്ഞു മാഡം അതൊന്ന് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാമോ എന്ന്. എനിക്ക് അയച്ചു തന്നതിൽ ഞങ്ങൾ പരാതി കൊടുത്ത അതേ കളർ ഡ്രസ്സുകൾ, അതേ കളർ ഷീറ്റ്, അതായത് അവർക്ക് എണ്ണം തികയ്ക്കണം, ഇത് ഇത്രയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ തികയ്ക്കാൻ വേണ്ടി എനിക്ക് ഇട്ട് തന്നു. ഇതൊക്കെയാണോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ ഇതൊന്നും അല്ല, പിന്നെ എനിക്കൊരു കാര്യം കൂടെ അറിയണം. അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ വന്ന് അവിടുന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോയി ഡ്രസ്സും സാധനങ്ങളും വാങ്ങാൻ പോയപ്പോൾ അവിടെ ഇല്ലാതിരുന്ന സാധനങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി
അപ്പോൾ അവർ പറയാണ് ക്ലാസ്സിൽ ഇൻഫോം ചെയ്തപ്പോൾ അവർ ഓരോ കുട്ടികളും പലയിടത്തു നിന്നായിട്ട് കൊണ്ടുവന്നതാണെന്ന്. ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് ശ്രീമതി ശിൽപ? ഏത് കുട്ടിയുടെ ബാഗിൽ നിന്ന്, ഏത് കുട്ടിയുടെ റൂമിൽ നിന്ന്, അതാ ഇതൊക്കെ അങ്ങനെ കൊണ്ടുവന്നാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത്. അത് പല കുട്ടികളായിട്ട് കൊണ്ടുവന്നു. അത് എങ്ങനെ കിട്ടി അവരുടെ കയ്യിൽ? അവൻ്റെ റൂമിലില്ലായിരുന്നു. അവർ പോയപ്പോൾ അവരുടെ ബെഡിലോ റൂമിലോ ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പോൾ അവർക്ക് എവിടെ നിന്ന് കിട്ടി? അതും കുറച്ച് സാധനങ്ങൾ, ബാക്കി ഞങ്ങളുടെ അല്ല. അതൊക്കെ എവിടെ നിന്ന് കിട്ടി? എന്നിട്ടും കിട്ടാത്ത, സ്ഥിരം ഉപയോഗിക്കുന്ന കണ്ണട, പേഴ്സ്, വാച്ച്, അങ്ങനെ കുറേ സാധനങ്ങൾ, ബാക്കിയൊന്നും നമ്മോട് പറയുന്നില്ല. ഇതൊക്കെ കയ്യിൽ കരുതുന്ന സാധനങ്ങൾ. സിദ്ധാർത്ഥന്റേതായി ഇപ്പോൾ അവിടെ നെടുമങ്ങാട്ടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പോലും ഒന്നുമില്ലാത്ത രീതിയിലാക്കി അവർ, അല്ലേ? സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു ബുക്ക്, മോൻ ഉപയോഗിച്ച ഒരു ബുക്ക് അത് കൊടുത്തു വിടാത്തവര്, ഒരു ബുക്ക് അവൻ ഉപയോഗിച്ച് എഴുതിയ ഒരു ബുക്ക് കൊടുത്തു വിടാനുണ്ടായിരുന്നില്ലല്ലോ അവരുടെ കയ്യിൽ. കോട്ട് എടുത്തിട്ട് ഇതാണോ കോട്ട്? അപ്പോൾ ഞങ്ങൾക്ക് ആരുടെയെങ്കിലും സാധനമല്ല ആവശ്യം. ഞങ്ങൾക്ക് അവൻ്റെ ഓർമ്മ നിൽക്കാൻ അവൻ ഉപയോഗിച്ച സാധനം, അല്ല ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് ഇവിടെ കൂട്ടി വയ്ക്കാൻ വേണ്ടിയല്ല. അപ്പോൾ അന്ന് മുതൽ തന്നെ, ആ സമയത്ത് തന്നെ ഈ സാധനങ്ങളെല്ലാം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി എവിടെയൊക്കെ എടുത്ത് മാറ്റി വെച്ചിരുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു. അത് ഉറപ്പാണ്. എന്നിട്ട് കൊല ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിട്ട്. ഒടുവിൽ ഇപ്പോൾ അവരെയൊക്കെ രക്ഷിക്കാനായി കേസ് നടത്തുകയാണ്, അല്ലേ? അവരെയൊക്കെ രക്ഷിക്കാൻ തിരിച്ച് സർവീസിൽ കൊണ്ടുവരാൻ കേസ് നടത്തുന്നു, പണപ്പിരിവ് നടത്തുന്നു. അതെ അതെ, പണപ്പിരിവ് നടത്തുന്നു. ഈ കുട്ടികൾക്ക് എക്സാം എഴുതാൻ അനുവാദം കൊടുത്തു യൂണിവേഴ്സിറ്റി. ഇങ്ങനെയുള്ള കുട്ടികൾ പഠിച്ചിട്ട് എന്ത് ചെയ്യും? ഏത് ജീവികളെ നോക്കാനാണ് ഇവർ പഠിച്ചിറങ്ങിയിട്ട്? അപ്പം നമ്മുടെ സമൂഹത്തിൽ കുറച്ചുകൂടെ ആളുകൾ കുറച്ചെന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തറിയിച്ച്, ഇത് ഏത് കോളേജിലായിരുന്നാലും ഒരു കുട്ടിക്ക് ഒരു അബദ്ധം പറ്റുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കിതുപോലെ ഒരു അനുഭവമുണ്ട്, അത് പുറത്ത് പറയാൻ എന്താ പേടി കുട്ടികൾക്ക്? അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ സംരക്ഷിക്കാൻ ആളുകളുണ്ട്, നീ പുറത്ത് പറയരുത്,